നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു നടപടി കോൺഗ്രസ് എടുത്തിരിക്കുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ സസ്പെൻഷൻ എന്ന് പറയുന്നതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്, സംരക്ഷണം എന്നൊരു അർത്ഥം കൂടി. രാഹുൽ മാങ്കൂട്ടത്തെ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു എന്നൊരു പ്രചാരണം നടത്താൻ വേണ്ടി കോൺഗ്രസ് ശ്രമം നടത്തുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ ഈ ഘട്ടം വരെ, നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം വരെ KPCC സംരക്ഷിക്കുകയായിരുന്നു എന്ന വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നിരവധി ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം തീർത്തുകൊണ്ട്, രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവരുടെ പാർട്ടിയുടെ അകത്തുള്ള ഉമാ തോമസ് അടക്കമുള്ള ആളുകൾ രംഗത്തേക്ക് വന്നിട്ടും അതുപോലും മുഖവിലക്കെടുക്കാതെ എന്തായാലും KPCC ഇത്തരത്തിലൊരു കോഴിയെ ഇങ്ങനെ വളർത്തുന്നുണ്ടെങ്കിൽ ഈ KPCCയും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ വെച്ചു പുലർത്തുന്ന ഒരു രാഷ്ട്രീയം എന്താണെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. നിസ്സാരമായിട്ടുള്ള ഒരു സംഭവമാണോ പുറത്തു വന്നിട്ടുള്ളത്? ഒരു MLA എന്ന നിലയിൽ ഇയാൾ കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകൾ മൂലം ഒരു MLAക്ക് പോലും ഒരു പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യമല്ല എന്നുള്ളതാണ്. അതായത് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ആ പെൺകുട്ടിയുടെ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി അബോർഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതൊന്നും നിഷേധിക്കപ്പെടാത്ത സാഹചര്യത്തിൽ ഇപ്പോഴും അയാളെ ചുമക്കാൻ കോൺഗ്രസിൽ ആളുണ്ട് എന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന, വളരെ അതിശയിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരികയാണ്. സതീശൻ രാജി ആവശ്യപ്പെട്ടു. എന്തൊക്കെ ബഹളവും എന്തൊക്കെ വാർത്തകളുമാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. എന്നിട്ട് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കുന്നില്ല, രാജിവെപ്പിക്കുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമല്ലേ? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ രാജിവെപ്പിക്കാതെ സംരക്ഷിക്കുന്ന നിലപാടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങൾ പറയാതെ പോകാതിരിക്കാൻ കഴിയില്ല. അതിൽ ആദ്യത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഘട്ടത്തിൽ എന്താണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്? അതായത് രാഹുൽ മാങ്കൂട്ടം ഒരു തെളിവ് എന്ന നിലയിൽ ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പിൽ അവന്തികയുമായി വാട്സപ്പിൽ നടത്തിയ ഒരു ചാറ്റ് നിലവിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് വെക്കുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹം ഒരു ന്യായീകരണം ഇറക്കുകയായിരുന്നില്ലേ? അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നില്ലേ? നോക്കൂ, അദ്ദേഹം എന്താണ് നിലവിൽ പറഞ്ഞത്? അവന്തികയുമായി ഞാൻ നല്ല സൗഹൃദത്തിലാണ്, അവന്തികയുമായിട്ട് യാതൊരു രീതിയിലുള്ള മോശമായിട്ടുള്ള ഒന്നും നടന്നിട്ടില്ല, ഞാൻ ഒരു രീതിയിലും മോശമായിട്ടുള്ള ഒരു ആവശ്യവും ഈ പറയുന്ന അവന്തികയുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അവന്തിക എന്താണ് പറയുന്നത്? അവന്തികയുടെ പ്രതികരണമാണ് ഇവിടെ പ്രസക്തം എന്ന് പറയുന്നത്. അവന്തിക പറയുന്നു, എന്നെ സൈബർ റേപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് വാട്സപ്പ് വഴിയല്ല, ടെലഗ്രാം വഴിയാണെന്ന് അവർ എടുത്തു പറയുന്നുണ്ട്. ഇനി എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പ്രതികരണം നടത്താൻ വൈകി എന്നതിനുള്ള ഉത്തരം കൂടി അവന്തിക തന്നെ നൽകുന്നുണ്ട്. എന്താണ് അവന്തിക പറയുന്നത്? റിനി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകയും നടിയുമായിട്ടുള്ള സ്ത്രീ തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞതാണ് എനിക്ക് പ്രചോദനമായി മാറിയത്, എനിക്ക് ആത്മധൈര്യം നൽകിയത്. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് നേരിട്ട ദുരനുഭവം തുറന്നു പറയുന്നത് എന്നാണ് അവർ പറയുന്നത്, അല്ലെ? അപ്പോ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടം ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട്, നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചുകൊണ്ട് കളഞ്ഞുപോയ തന്റെ ഇമേജ് തിരികെ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. അതാണ് നമ്മളിപ്പോൾ ഇദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടം തുടക്കം തന്നെ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വരും. അതിനുശേഷം എന്താണ് ചെയ്യുന്നത്? രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളോട് പറയും, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, പറയാനുണ്ട്, ഞാൻ എന്റെ വേർഷൻ പറഞ്ഞ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് പറയും. രാഹുൽ മാങ്കൂട്ടം എഴുതി തയ്യാറാക്കിയിട്ടുള്ള സ്ക്രിപ്റ്റ് ഇദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയുകയാണ്. ശേഷം ഇതെല്ലാം പറഞ്ഞ ശേഷം രാഹുൽ മാങ്കൂട്ടം തിരികെ പോകുന്നു. മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഒരു പ്രതികരണവും രേഖപ്പെടുത്തുന്നില്ല. ഞാൻ അടുത്ത ദിവസവും നിങ്ങളെ കാണാൻ വരാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം മടങ്ങുകയാണ്. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരെ പല രീതിയിലുമൊക്കെ വട്ടം കറക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് വണ്ടിയിൽ കയറി ഒന്ന് ചുറ്റിക്കറങ്ങി വീണ്ടും തിരിച്ചെത്തുന്നു. അങ്ങനെ നാടകീയമായിട്ടുള്ള ഒരുപാട് സംഭവവികാസങ്ങൾ ഉണ്ടാക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ട് ഈ ആരോപണം നിഷേധിക്കുന്നില്ല? രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ട് ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾക്കെതിരെ അത് വ്യാജമാണെങ്കിൽ പരാതി നൽകുന്നില്ല, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നില്ല? എന്തുകൊണ്ട് ഇതൊക്കെ വ്യാജമാണെങ്കിൽ ഈ വാർത്ത പുറത്തുവിട്ട മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നില്ല? ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല, ഒരു BJP-കാരനല്ല, അല്ലെങ്കിൽ മറ്റു പാർട്ടിയിലുള്ള ആളുകളല്ല, കോൺഗ്രസ്സുകാർ തന്നെയാണ് ചോദിക്കുന്നത്. അതൊരു പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. മാത്രവുമല്ലല്ലോ, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ ഇവരൊക്കെ ന്യായീകരിച്ച് തന്നെ രംഗത്തേക്ക് വരുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. സതീഷിനോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുന്നു, സതീശൻ ന്യായീകരിക്കുകയല്ലേ? ഷാഫിനോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഷാഫി പറമ്പിൽ ന്യായീകരിക്കുകയല്ലേ? ന്യായീകരണങ്ങളുടെ വലിയ ക്യാപ്സ്യൂളുകളുടെ ഒരു വലിയ ഒരു കൊടുമുടി തന്നെയാണ് നമ്മൾ നിലവിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് സ്ത്രീകൾ
എത്രയധികം സ്ത്രീകളാണ് ഈ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്ന പത്മജ വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ, ഇന്നും കോൺഗ്രസിലുള്ള പല സ്ത്രീകൾ, എത്രയധികം ആളുകളാണ് കോൺഗ്രസിനകത്ത് നേരിടുന്ന സ്ത്രീ വിരുദ്ധതയെ പറ്റി, പുരുഷാധിപത്യത്തെ പറ്റിയൊക്കെ തുറന്നു പറഞ്ഞിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അതായത് സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയല്ല, സ്ത്രീകൾ വലിയ രീതിയിൽ തന്നെ ആക്രമണങ്ങൾ നേരിടുന്ന ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. അത് കോൺഗ്രസ്സുകാരാൽ, യൂത്ത് കോൺഗ്രസ്സുകാരാൽ ആക്രമിക്കപ്പെടുന്ന ഒരു പാർട്ടിയാണ് എന്ന് എത്രയോ പല സ്ത്രീകൾ, പല നേതാക്കൾ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ ഒരു നേർചിത്രമല്ലേ നമ്മൾ ഉമാ തോമസിൽ കണ്ടത്? അതിന്റെ ഏറ്റവും വലിയ നേർചിത്രമല്ലേ നമ്മൾ താരയിൽ കണ്ടത്? അതിന്റെ ഏറ്റവും വലിയ ചിത്രമല്ലേ നമ്മൾ ആശയിൽ കണ്ടത്? അതിന്റെ ഏറ്റവും വലിയ ചിത്രമല്ലേ നമ്മൾ അവസാനമായിട്ട് ഈ പ്രതികരണം രേഖപ്പെടുത്തിയ എല്ലാ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിനെയും നേതാക്കൾക്കെതിരെ നടത്തിയ ആ ഒരു സൈബർ ആക്രമണങ്ങളിൽ നിന്ന് കണ്ടത്? അപ്പോ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ പാതിര കോഴിയെ ഇങ്ങനെ വളർത്തുന്നത് അത് കോൺഗ്രസിനകത്തുള്ള ഇയാളുടെ സമാന ചിന്താഗതിയിലുള്ള ആളുകളായിരിക്കാം എന്നാണ് നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു തോന്നലുണ്ടാകുന്നത് എന്നാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി ചെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കയറി ചെന്ന് വോട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? രാഹുൽ മാങ്കൂട്ടത്തെ പോലൊരു MLA സംരക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ നാട്ടിലെ പെൺകുട്ടികൾ, അല്ലെങ്കിൽ ഈ നാട്ടിലെ സ്ത്രീകൾ, ഈ നാട്ടിലെ വനിതകൾ നിങ്ങളിപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ, നിങ്ങൾ ഈ ഒരുക്കുന്ന സംരക്ഷണത്തെ പിന്തുണയ്ക്കുമെന്ന്? നിങ്ങളിപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളെ പരമപുച്ഛത്തോടെ തള്ളുന്ന ഒരു വലിയ വിഭാഗം ജനതയാണ് നിങ്ങൾക്ക് സത്യത്തിൽ ഈ നാട്ടിൽ കാണാൻ കഴിയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട്, രാഹുൽ മാങ്കൂട്ടത്തെ വൈറ്റ് വാഷ് അടിച്ചുകൊണ്ട്, നിങ്ങൾ ഒരു വലിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കളഞ്ഞുപോയ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നഷ്ടപ്പെട്ട ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഈ പ്രഹസനങ്ങൾ, ഇതൊക്കെ നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ലല്ലോ, രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് ഓരോ പ്രതികരണം രേഖപ്പെടുത്തുമ്പോഴും അയാളുടെ ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ അയാൾ ഈ വിഷയത്തെ ന്യായീകരിക്കുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോഴും അയാളുടെ മുഖത്തൊരു ചിരിയാണ്. ഇതൊക്കെ നമ്മൾ ചില സൈക്കോ പാത്തുകളിൽ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മാത്രവുമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലിനോട് ചോദ്യം ചോദിക്കുമ്പോൾ ഈ ഒരു ആരോപണമൊക്കെ, അല്ലെങ്കിൽ ഈ പരാതിയൊക്കെ എത്ര വലിയ ഗുരുതരമാണോ എന്ന മട്ടിലാണ് അദ്ദേഹം പോലും പ്രതികരണം രേഖപ്പെടുത്തുന്നത്. അതായത് എത്ര ലഘൂകരിച്ചാണ്, എത്ര ചെറുതായിട്ടാണ് ഈ പ്രശ്നത്തെ ഇവർ കാണുന്നത് എന്നുള്ള കാര്യം നമ്മൾ വളരെ അതിശയത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. ഒരു പരാതിയാണോ, 2 പരാതിയാണോ? ഒരു ട്രാൻസ് വുമണിനെയൊക്കെ റേപ്പ് ചെയ്യണമെന്ന് പറയുന്ന ഒരു ചിന്താഗതി എത്രത്തോളം മോശമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ, ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ കോൺഗ്രസ് കാണിക്കുന്ന മൗനം, ഒപ്പം കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ നമ്മൾ വളരെ വ്യക്തമായി കാണേണ്ടതുണ്ട്. നിരവധി തവണ പരാതികൾ കൊടുത്തിട്ടും ഇയാൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് ഞെട്ടിപ്പിക്കുന്ന പല തെളിവുകൾ പുറത്തു വരികയാണ്. ഇയാളെ പേടിച്ചിട്ട് പല ആളുകളും യൂത്ത് കോൺഗ്രസിൽ നിന്നും KSUവിൽ നിന്നും ഒക്കെ പുറത്തായി, പലരുമൊക്കെ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു MP-യുടെ മകൾ ഇയാൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെന്നുള്ള വാർത്ത മാധ്യമങ്ങളിൽ വരികയാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പരാതികൾ പുറത്തു വരുമ്പോഴും ഇയാൾ സംരക്ഷിക്കപ്പെടണം, ഇയാൾ ഈ പാർട്ടിയിൽ വേണം എന്നുള്ളത് ആരുടെയാണ് പിടിവാശി? എന്തിനാണ് ഇങ്ങനെ ഇയാളെ സംരക്ഷിക്കുന്നത്? പൊതുവെ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതല്ലേ? പൊതുവെ ഇതൊക്കെ വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? ഇതുപോലും ചർച്ച ചെയ്യാതെ ഇങ്ങനെ സംരക്ഷിക്കുന്ന ഈ ഒരു നിലപാട് കോൺഗ്രസിന് ഒട്ടും ഭൂഷണമല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.